ഇത് വളരെ വലിപ്പമുള്ളൊരു പാറയാണ്. ഇതിനു മേളിൽ പ്രകൃതി സ്വാഭാവികമായ ഒരു വനം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു മണ്ണിൻ്റെ തരി പോലും ഇല്ലാതെ ആ പാറയുടെ മുകളിൽ ഒരു സ്വാഭാവിക വനം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത്ഭുതമല്ലേ? എന്നോ കൊണ്ടൊരു പക്ഷി കൊണ്ടുപോയിട്ട് ഒരു വിത്ത് അതിൽ നിന്നും മുള പൊട്ടി ഒരു വേര് താഴേക്ക് മണ്ണിൽ തൊടുന്നിടം വരെ അതിൻ്റെ വളർച്ച മുരടിച്ച് നിന്നു. മണ്ണിൽ തൊട്ടതിന് ശേഷം ആ വിത്തും അതിൻ്റെ പരമ്പരകളും തന്നെ വലിയൊരു വനം തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞു. നോക്കൂ എത്ര അത്ഭുതകരമാണെന്ന്. നമ്മൾ മനുഷ്യരിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. ഒരു സാഹചര്യം, പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എത്രമാത്രം മാനസികമായിട്ട് നമ്മൾ തളരാറുണ്ട്. അനുകൂലമായ സാഹചര്യങ്ങൾ വരുന്നിടം വരെയും കാത്തിരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടോ? ഭാരതത്തിൽ അമ്മ എന്ന സങ്കല്പത്തിന് ലോകത്തിൽ മറ്റെവിടത്തേക്കാളും പ്രാധാന്യമുണ്ട്. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും ഒക്കെ മൂർത്തീഭാവമായ അമ്മ സ്വന്തം കുഞ്ഞിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ജീവൻ വരെയും ത്യജിക്കാൻ തയ്യാറാവാവുന്ന ത്യാഗത്തിൻ്റെ മൂർത്തീഭാവമായ അമ്മ സങ്കല്പം. ജീവധാര എന്ന ഈ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള പരിപാടിയിൽ എന്തുകൊണ്ടാണ് അമ്മ സങ്കല്പത്തെക്കുറിച്ച് ഇത്രയേറെ പറഞ്ഞത് എന്ന് ആലോചിക്കുന്നുണ്ടാവും. ധാത്രി എന്നു പേരുള്ള, അമ്മ എന്നർത്ഥം വരുന്ന ധാത്രി എന്നു പേരുള്ള ആ വൃക്ഷത്തെക്കുറിച്ചാണ് ഇന്നത്തെ ജീവധാരയിൽ. നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹത്തിൻ്റെ പാലാഴിയാണമ്മ. കയ്പും മധുരവും ചവർപ്പും പുളിപ്പും എരിവുമെല്ലാം അടങ്ങിയ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ പകച്ചു നിൽക്കാതെ തൻകുഞ്ഞിനെ പൊൻകുഞ്ഞായി കരുതി പാലൂട്ടി താരാട്ടി തേനൂട്ടി വളർത്തുന്ന അമ്മയെപ്പോലെ മഹനീയ ഗുണങ്ങളുള്ള വൃക്ഷമാണ് ധാത്രി എന്നും പേരുള്ള നെല്ലി. പ്രസവത്തിൽ തന്നെ അമ്മ മരിച്ചുപോയാൽ കുഞ്ഞിന് മുലപ്പാൽ നൽകാൻ വേണ്ടി അമ്മയ്ക്ക് സമാനയായി മറ്റൊരു സ്ത്രീയെ ഏർപ്പെടുത്തുന്ന പതിവ് പണ്ടുകാലങ്ങളിലുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സ്ത്രീയെ ധാത്രി എന്നാണ് വിളിച്ചിരുന്നത്. അത്ര തന്നെ മാഹാത്മ്യമുള്ളതാണ് നെല്ലി എന്ന വൃക്ഷം എന്ന് നമ്മെ അറിയിക്കാനായിട്ടാവണം നെല്ലിക്ക് ആചാര്യന്മാർ ധാത്രി എന്ന മഹത്തായ പേര് നൽകിയത്. നെല്ലിക്ക രസായന സ്വഭാവമുള്ള ഒരു ഔഷധമായിട്ടാണ് ആയുർവേദം പഠിക്കുന്നത്. നെല്ലിക്ക തനിച്ച് ആയിട്ടുള്ള മരുന്നുകളുണ്ട്. സാധാരണയിൽ ത്രിഫല എന്ന് പറഞ്ഞാൽ കടുക്ക, നെല്ലിക്ക, താനിക്ക, ഈ മൂന്നെണ്ണം കൂടിയതിനെയാണ് ത്രിഫല എന്നുള്ള ശബ്ദം കൊണ്ട് പറയാറുള്ളത്. അതിൽ മൂന്നെണ്ണത്തിനും താനിക്കയ്ക്ക് ഒഴികെ അതിൽ രണ്ട്, അതായത് കടുക്കയും നെല്ലിക്കയും, അത് രണ്ടിനും ഒറ്റയ്ക്ക് ഉപയോഗം വിധിക്കുന്നുണ്ട്, ചെയ്യുന്നുമുണ്ട്. പ്രധാനമായിട്ട് കായകൽപ്പ ചികിത്സയിൽ പറയുന്ന ഈ രസായനം നെല്ലിക്കയാണ്. നെല്ലിക്ക ഈ ഛിന്നേ ശിരസി തൽക്ഷതയെ, പ്ലാശിൻ്റെ മരം, നിൽക്കുന്ന പ്ലാശിൻ്റെ മരം തല മുറിച്ച് ഉള്ള് തുരന്ന് പാത്രം പോലെയാക്കി അതിൽ നല്ല നെല്ലിക്ക നിറച്ച് അതിൻ്റെ മരം കൊണ്ട് തന്നെ അടപ്പുണ്ടാക്കി അടച്ച് മോള് ഗർഭപ്പുല്ല് കൊണ്ട് ചുറ്റി വരടി കൊണ്ട് അല്ല ഇഷ്ടിക കൊണ്ട് 4 പുറം ഇട വച്ചിട്ട് മൂടി അതിൻ്റെ ഉള്ളിൽ ചാണകവരടി നിറച്ച് അത് തീ കത്തിച്ച് അങ്ങനെയാണ് സ്ഫുടം ചെയ്യാറ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ പാകം കഴിഞ്ഞു, ഈ നിർമ്മാണം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നെയ്യും തേനും കൂടി ഭരണിയിലാക്കി വയ്ക്കുക, അത് ദിവസേന കഴിക്കുക. ഇതാണ് ആമലക രസായനം. ആമലക രസായനം എന്നാണ് അതിന് പേര്. അത്
15-ാമത്തെ ദിവസം പല്ലൊക്കെ കൊഴിഞ്ഞു പോവും, 20-ാമത്തെ ദിവസം മരുന്നൊക്കെ ഉണ്ട് പുസ്തകത്തിലാണ്. അത്രയൊന്നും നിരീക്കണ്ട. എങ്കിലും വളരെ ദേഹത്തിൻ്റെ ധാതുക്കളെ പോഷിപ്പിക്കാൻ ഏറ്റവും ഉചിതമായ ഒരു ഔഷധമാണ് എന്ന് വെച്ചോളൂ നെല്ലിക്ക. ആയുർവേദത്തിൽ ചവനപ്രാശം ലേഹ്യം ഉണ്ടാക്കാനാണ് നെല്ലിക്ക ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്. മാനസിക സംഘർഷം, ഉറക്കക്കുറവ്, തലവേദന ഇവയെല്ലാം ഇല്ലാതാക്കി യുവത്വം നിലനിർത്താനായി ചവനപ്രാശം ഒരു ഉത്തമ ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. അതിലേറ്റവും അധികം ചേർക്കുന്നത്, അതിലേറ്റവും കൂടുതൽ ഫലം ചെയ്യുന്നത് നെല്ലിക്കയാണ്. ഇതിപ്പോൾ ചവനപ്രാശം കാപ്പിയാണ്. അതിൻ്റെ കഷായമാണ് അവിടെ കയറിയിരിക്കുന്നത്. അപ്പോൾ അതിൽ കഷായം വയ്ക്കുമ്പോൾ 900 ഗ്രാം വെള്ളം വരും, 36 ഐറ്റം മരുന്ന് വരും. ഓരില, മൂവില, കൂളകം തുടങ്ങിയ 36 ഐറ്റം മരുന്ന്. ഇതെല്ലാം ചതച്ച് ആ പാത്രത്തിലാക്കിയിട്ട് ഈ വെള്ളം ഒഴിച്ച് നെല്ലിക്കാണ് കിഴി കെട്ടിയിടണം. അതായത് അല്ലെങ്കിൽ പറക്കിയെടുക്കാൻ ബുദ്ധിമുട്ടല്ലേ. ഇത് വെന്ത് കഴിഞ്ഞില്ലെങ്കിൽ സാധനം എടുക്കണം. വെന്ത് കഴിഞ്ഞ് എടുത്തില്ലാണെങ്കിൽ ആകെ ലയിച്ച് അതിൽ കഷായത്തിൽ കയറും. അപ്പോൾ നമുക്ക് വറക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ കിഴി കെട്ടിയിട്ട് ആ വേവായിരുന്നെങ്കിൽ ആ നെല്ലിക്ക വേറെ വയ്ക്കും. ആ വേറെ വെച്ച് അതിൻ്റെ കുരുക്കളഞ്ഞിട്ട് എന്നിട്ട് അതിനെ അവിടെ കൊണ്ട് അരച്ചിട്ടാണ് ഇപ്പോൾ ഈ പാകത്തിലാക്കിയിട്ട് നമ്മൾ വറക്കുന്നത്. അപ്പോൾ കഷായം ഇപ്പോഴും ആയിട്ടില്ല. അത് കുറച്ചുകൂടി കഷായം വറ്റാണ്ട്. അത് വറ്റിക്കഴിഞ്ഞാൽ ഇതിന് ശേഷം വറുത്തതിന് ശേഷം വീണ്ടും അരയ്ക്കണം. വീണ്ടും അരച്ചിട്ട് അതിനെ പിന്നെ ആ കഷായം, ശർക്കര, കൽക്കണ്ടം ഇവ ചേർത്ത് എന്നിട്ട് ആദ്യം വീണ്ടും അടുപ്പത്തിട്ടിട്ട് അതിൻ്റെ ലേഹ്യഭാഗമായിട്ട് വാങ്ങണം.